അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്വ ചങ്ങായിമാർ ഒരു അകവൊക്കലാക്കുക. നല്ല തിങ്ങലേതായിട്ടിക്കടെ, നല്ല ടൈം ഏതായിട്ടിക്കടെ. ഈ അകവൊക്കലുണ്ട് ഈ പാല് പയപ്പാട്ടുള്ളത് കൊടുക്കുന്നതിന് ഇപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള വിധി എന്തരായിട്ടിക്കടെ. അതേപോലെ അകവൊക്കലുണ്ട് ശ്രദ്ധിക്കണായണിക്കത്തെ വിഷയങ്ങൾ. അതേപോലെ ഞങ്ങൾ എല്ലാവരും ഔത്തുലും വലിയ ബറക്കത്തും ഖൈറും സമാധാനം കിട്ടുകയായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ ഒരു 5 കാര്യങ്ങളായിട്ടിക്കടെ ഇണ്ട് നിങ്ങളൊട്ടിക്ക് നാ ചൊല്ലുന്നത്. ഞങ്ങൾക്കൊണ്ടുണ്ട് ഒരു മനുഷ്യരുടെ സൗഭാഗ്യം ചൊല്ലുന്നത് 4 വിഷയത്തിലായിട്ടിക്കടെ. ഒന്ന് നല്ലൊരു പെഞ്ഞായി, അത് വലിയൊരു സ്വഭാവം. ഒരാൾക്ക് നല്ലൊരു ഹയറായ ഒരു പെഞ്ഞായി കിട്ടിയതിന് കണ്ടെങ്കിൽ അതയാളെ വലിയൊരു സക്സസ്, വലിയൊരു വിജയമായിട്ടിക്കടെ. രണ്ടാമത്തത് നല്ലൊരു നിരക്കല്ലുള്ള മനുഷ്യന്മാർ നല്ല ആൾമാരായിട്ടിക്കടെ, അതും വലിയൊരു സൗഭാഗ്യമായിട്ടിക്കടെ. മൂന്നാമത്തത് നല്ലൊരു വാഹന. നാലാമത്തത് നല്ലൊരു അക. അല്ലെ, ഏതൊരു മനുഷ്യരുടെ വലിയൊരു ഡ്രീമായിട്ടിക്കടെ, വലിയൊരു ആശ ആഗ്രഹമായിട്ടിക്കടെ ഒരു നല്ലൊരു ഹയറായ അക ആയി കിട്ടണോ ചൊല്ലത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചുമ്മത്താൽമാറും അകയില്ലാത്ത ബേജാലുള്ള പഠിച്ചോ. ഞങ്ങൾക്കെല്ലാം ഹയറായ അക അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഔത്തര സ്വറ തുടങ്ങിയാറ് പക്ഷെ പൂർത്തിയായോണ്ടില്ല. അങ്ങനത്തെ ബേജാറ് ചൊന്ന് എനിക്കത്തെ ചുമ്മത്താൽമാറുള്ള പഠിച്ചോണം എത്ര വേഗത്തിൽ ആ ഒരു അക അള്ളാഹു താല പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതുക്കുള്ള എല്ലാ മാർഗം അള്ളാഹു താല എളുപ്പമാക്കിയിട്ട് ഈസി ആക്കിയിട്ട് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും വലിയൊരു ആശയായിട്ടിക്കടെ ഒരു അക ആയി കിട്ടണോ ചൊല്ലുന്നത്. അങ്ങനെ ഒരു അകല്ല ആയിട്ട് അതല്ല അതിലെ സ്വറല്ല പൂർത്തിയായാലും പിന്നെ ഒരു അക ഒക്കലും ചൊല്ലുന്നത് അത് സാധാരണ ഉള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അപ്പോൾ ഈ ഒരു അക ഒക്കലും അതൊരു തുടക്കമായിട്ടിക്കടെ. ആ തുടക്കം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആക്കാൻ കണ്ടെങ്കിൽ പിന്നെ ഉള്ള 4 ആ ഔത്തുള്ള ദിക്കടെ ആൾമാർക്ക് വലിയ ഹയറും വലിയ സമാധാനം വലിയ ബറക്കത്തുമായിട്ടിക്കടെ കിട്ടത്. അപ്പോൾ അതിലെ തുടക്കം കൃത്യമായിട്ട് എന്താക്കണോ നിങ്ങൾ കാണുന്നത്. ഏതൊരു വിഷയം അങ്ങനെ അതിലെ സ്റ്റാർട്ടിങ് നല്ലായിത്തിന് കണ്ടെങ്കിൽ ശരിയായിട്ട് കണ്ടെങ്കിൽ പിന്നെ ഉള്ളത് പഠിച്ചോണത് ചന്തത്തിൽ ആക്കി തണ്ടാണ്ടായിട്ടിക്കടെ. അപ്പോൾ സാധാരണമായിട്ട് ഈ ഒരു അകവൊക്കൽ പറയുമ്പോൾ ആൾമാർ കേൾക്കുന്ന വിഷയമായിട്ടിക്കടെ. ഈ അകവൊക്കലുക ഏത് തിങ്കളായിട്ടിക്കടെ നല്ലൊരു തിങ്കളുണ്ട്. അള്ളാഹു താല 12 തിങ്കളായിട്ടിക്കടെ ഞങ്ങൾക്ക് തന്നത്. ഈ 12 തിങ്കൾ ഏത് തിങ്കളിൽ വേണമെങ്കിൽ അകവൊക്കലാക്കുക. ഇന്നേ തിങ്കൾ അകവൊക്കലാക്കൂ തീരാൻ ചൊന്നിട്ടു ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ഇമാമിങ്ങ എവിടെയും ചൊന്നതായിട്ട് കാണില്ല. ഏത് തിങ്കൾ വേണമെങ്കിൽ ആക്കുക. അതേ സമയത്ത് നിങ്ങൾ ഉസ്താദുമാർ ചൊന്ന എനിക്കത്തെ ഹയറായ തിങ്കൾ, അതായത് റബിയുൽ അവ്വൽ, ജുമാദിൽ ഊല, ജുമാദിൽ ഉഖ്റ, റജബ്, അതേപോലെ ഷവ്വാൽ, ദുൽഹിജ്ജ, ഇങ്ങനത്തെ ഹയറായ തിങ്കളായെങ്കിൽ നല്ലായിട്ട് ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പാടി തന്നാൽ. അതേപോലെ ഇതിലും ഏറ്റവും ഹയറായ ഒരു തിങ്കൾ പരിശുദ്ധമായ റബിയുൽ അവ്വൽ തിങ്കൾ. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല വിഷയത്തും നബി തങ്ങളെ ജനനാവട്ടെ ഹിജറാവട്ടെ എല്ലാത്തും പടച്ചോന്ന് തെരഞ്ഞെടുത്ത് ചോയ്സാക്കിയ ഒരു തിങ്കളായിട്ടിക്കടെ പരിശുദ്ധമായ റബിയുൽ അവ്വൽ തിങ്കൾ. അപ്പോൾ ആ തിങ്കളായെങ്കിൽ പിന്നെയും ഹയറായിട്ടിക്കിടേണ്ട ഞങ്ങൾ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കിടെ. രണ്ടാമത്തെ ഒരു വിഷയം സാധാരണ കേൾക്കുന്നതായിട്ടിക്കിടെ ഈ ഒരു അകവൊക്കലാക്കുക നല്ലൊരു ടൈം ഏതായിട്ടിക്കിടേണ്ട. അത് നല്ല ടൈം ചൊല്ലുന്നത് സുബൈയുടെ ടൈമായിട്ട്. കാരണം ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് ദുആർന്നൊരു ദുആ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ. പഠിച്ചോനെ എൻ്റെ സമുദായത്തിക്ക് അങ്ങനെ ആ സുബൈയുടെ സമയത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കണോട്ടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അപ്പോൾ ആ ഒരു സുബൈയുടെ ടൈമിലാവല്ലോ അത് വലിയ ഹയറായിട്ടിക്കടെ, വലിയ സന്തോലമായിട്ടിക്കടെ. ഇപ്പോൾ സുബൈയുടെ ടൈമും ചൊല്ലുമ്പോൾ ചില ജാഗിലെല്ലാം ഈ ബാങ്ക് കൊടുക്കടെ അതിന് ആ ഒരു സ്റ്റാർട്ടിങ് സമയത്തിൽ ആ ഒരു അകവാപ്പണാക്കിടതെല്ലാം കാണ്ട് അതേ ചില ഉസ്താദുമാരല്ല അതത്ര നല്ല വിഷയമല്ലാന്ന് ചൊന്ന എനിക്കത്തെ കൊരിയത്തെ ആലിം. കാരണം എന്തേ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ അതങ്ങ് എത്ര സൈലൻ്റ് അവിടെ ഏതൊരു വിഷയത്തിൽ കടക്കോ തീരാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ആ സമയത്തിൽ ബാൻഡാൻ ചൊന്ന എനിക്കത്തെ ആലിമീങ്ങ ഉള്ള അത് ഒന്നിരിക്കലും എന്താക്കുക തഹജ്ജുദ് സമയത്ത്, അതായത് സുബൈ ബാങ്ക് കൊടുക്കടേക്ക് മുന്നുള്ള തഹജ്ജുദ് ടൈമിൽ എന്താക്കുക ആ ഒരു അകവൊക്കലാക്കിയിട്ട് ഒരു ജൻറക്കാത്ത് എന്താക്കുക തഹജ്ജുദ് നിസ്കരിക്കാവത്തുള്ളൂ. അതും വലിയ ഹയറായി. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ജനനത്തിക്ക് ആ തെരഞ്ഞെടുത്ത ടൈമും കൂടിയായിട്ട് അതല്ലെങ്കിൽ ആ ഒരു സുബൈ നിസ്കാരത്തിൽ പിന്നെ അങ്ങനെ എന്താക്കുക ഒരു അകവൊക്കലാക്കുക ആ ഒരു സമയം തെരഞ്ഞെടുക്കുക. ഇതായിട്ടിക്കടെ ഹയറിട്ട് ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അതേപോലെ ഇതൊരു വിഷയം ചൊല്ലത് ഈ ഒരു അകവൊക്കലുണ്ട് ഫസ്റ്റ് എന്താക്കുക പാലുള്ള ഭയപ്പാട്ടാർ. ആ പാല് ഭയപ്പാട്ടിട്ട് പാല് കൊടുക്കുന്നത് സാധാരണ ഞങ്ങളെ റായത്തിൽ നടക്കുന്ന എനിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. ഇതൊരു അനാചാരമായിട്ടിക്കടെ, അന്ധവിശ്വാസം ചൊല്ലി. അതേപോലെ ഞങ്ങളെ അമുസ്ലിമീങ്ങളായ ആൾമാർ അങ്ങ് ഈ പാല് ഭയപ്പാട്ടത് ആ പയച്ചിട്ട് തൂഞ്ഞാണ് കണ്ടെങ്കിൽ അതങ്ങനെ ദൈവത്തുള്ള അർപ്പണായിട്ടല്ല അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അതായിട്ടിക്കടെ നിങ്ങൾ ആക്കിക്കൊണ്ടുള്ളേട്ട് ചില ആൾമാർ ചൊല്ലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമീങ്ങ മത്തങ്ങ
തങ്ങളെ ഒരു വിശ്വാസ പോലെ അല്ല ഈ ഒരു കാര്യം. കാരണം പാലും ചൊല്ലുത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുമ ഇഷ്ടമുള്ള എനിക്കത്തെ ഒരു ആഹാരം ഒരു വിഷയമായിട്ട് ഇവിടെ പാലും ചൊല്ലുത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇസ്രാ മിഅ്റാജിക്ക് പോയ സമയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരു പാത്രത്തിൽ കല്ലും ഇന്നൊരു പാത്രത്തിൽ പാലും കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പാല് തെരഞ്ഞെടുത്തിട്ട് പാല് കുടിക്കുമ്പോഴത്തേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഇത് നല്ല ഫിത്രത്തായിട്ട് നല്ല വിഷയമായിട്ട് കിടേണ്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, ലൈസ ശൈഉൻ യുജ്സു മിന ത്വആമി വശറാബി ഇല്ല ലബൻ. ഒരു കുടിക്കുകയും അതേപോലെ തിന്നര വിഷയത്തിൽ ജണ്ടുകും അയ്യാവിടെ അടിക്കത്തെ ഒന്നായിട്ട് പാലയും ചൊല്ലുന്നതിന് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്. അപ്പം നിബിത്തങ്ങൾക്ക് ഒരു ഇഷ്ടമായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായത് കൊണ്ടായിട്ട് ഞങ്ങളെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പാല് പയപ്പാട്ടതും അതുപോലെ അത് കുടിക്കു കൊടുക്കുന്നത് അതിലെ ആ ഒരു കാരണത്തിലായിട്ട് അതേ സമയത്തിൽ ആ ഒരു പാല് പയച്ച് തൂയണോ, അത് തൂഞ്ഞാൽ പിന്നെ അങ്ങനെ അവിടെ അതെല്ലാം ശരിയല്ല. പക്ഷെ ആ ഒരു പാല് പയപ്പാട്ടിട്ട് അത് കൊടുക്കുന്നത് അതൊരു നല്ലൊരു വിഷയമായിട്ട് അത് എതിർക്കിട അകത്തേയില്ല. അതേ സമയത്തിൽ അത് ആക്കിട്ടേ തീരുമെന്ന് ചൊല്ലി എനിക്കത്തെ അങ്ങനത്തെ ഒരു വിഷയ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിയതുമല്ല. അതേപോലെ ചില ആൾമാർ കേൾക്കുന്നതായിട്ട് ഈ അകവക്കുള്ള സമയത്ത് പെണ്ണ് ഔത്തുള്ള എനിക്കത്തെ പെണ്ണുങ്ങ അങ്ങ് മെൻസസ് ആയിട്ടുള്ള ടൈമിൽ അകവൊക്കലാക്കമ അല്ലെങ്കിൽ മെൻസസ് ഉള്ള എനിക്കത്തെ പെണ്ണുങ്ങൾക്ക് ഈ ഒരു അകവൊക്കലുക ഭാഗവീസമാണ് കേൾക്കണങ്ങുള്ള അതൊക്കെ ഒരു തൊന്തരമില്ലാണ്ടായിട്ട്. കാരണം ഒരു മെൻസസ് ആയ സമയത്തിൽ അങ്ങ് ഖുർആൻ തൊട്ടിര വേണ്ട, ഖുർആൻ ഓതിര വേണ്ട, നിസ്കരിക്കിற വേണ്ട, ഇങ്ങനെ മാത്രം പരിശുദ്ധമായ ഇസ്ലാം വേണം. അതല്ലാണ്ട് അകവൊക്കല് പോകുക തീരാണ്ട് എവിടെയും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പം. അപ്പോൾ മെൻസസ് ഉള്ള ഔത്തുള്ള എനിക്കത്തെ മെൻസസ് പെണ്ണുങ്ങൾക്ക് മെൻസസ് ആയിട്ട് എന്തെങ്കിലും ആ സമയത്തിൽ അകവൊക്കുലാക്കിടേക്ക് യാതൊരു നിലക്കുള്ള തൊന്തരയില്ല. അങ്ങനെ മെൻസസ് ഉള്ള പെണ്ണുങ്ങൾക്ക് ആ ഒരു അകവൊക്കലു ഭാഗവീശ്രയിക്കും യാതൊരു നിലക്കുള്ള പ്രോബ്ലം ഇല്ലാണ്ടായിട്ട്. അതേപോലെ ഇന്നൊരു വിഷയം ചൊല്ലത് അകവൊക്കലുണ്ട് ഔത്തുലൂർ മൗലീദ് ഓതുകാൻ ചൊല്ലത് അത് വലിയ ഹയറായ വിഷയമായിട്ട് അകവൊക്കലുണ്ട് ഖുർആൻ ഓതുന്നതും ദുആ മജ്ലിസ് നടക്കുന്നതും മൗലിദ് മജ്ലിസ് നടക്കുക എവിടത്തോളം ചൊന്നെങ്കിൽ മഹാനായ സുയൂത്തി ഇമാം ചൊല്ലത് കാണ്ട് വമാമിൻ മുസ്ലിമിൻ ഖുരിയ ഫീ ബൈതിഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഔത്തുലു അള്ളാഹുടെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൗലിദിലെ മജ്ലിസ് നടക്കുന്നുണ്ട് കണ്ടെങ്കിൽ ആ ഔത്തുൽ ഒരു മുസീബത്ത് ഒരു ആഫത്ത് ഔത്തുരംഗം പറയല ഔത്തുകം പറയല. അതേപോലെ മാരകമായിട്ടുള്ള രോഗങ്ങൾ പറയല, ആൽമാരെ ചതി അത് തട്ടൽ, അതേപോലെ കണ്ണേറ് തട്ടൽ, സിഹിർ തട്ടലാണ്ട് മഹാനായിട്ടുള്ള ഇമാം സുയ്യത്തി റഹിമുള്ള കിതാബിൽ നിനക്ക് പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ വിഷയമായിട്ട്. അപ്പോൾ എന്താക്കുക ഔത്തുലുള്ള ഒരു മൗലിദ് മജ്ലിസ് എല്ലാം ആക്കുക. അതേപോലെ ഖുർആൻ ഓതുന്ന മജ്ലിസ്, ദുആ മജ്ലിസ്, സ്വാലിഹീങ്ങൾ എടുത്ത് വന്നിട്ട് അകവൊക്കലാക്കരുത്. ഇതെല്ലാം ആ ഒരു അകവൊക്കല് ആ ഔത്തുൽ വലിയ ബറക്കത്ത് കിട്ടുകയോ ഔത്തുൽ വലിയ നെമ്മതി കിട്ടുകയോ വലിയ കാരണമായിട്ട് കിടേണ്ടത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമായ കഴിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ട്. അതേപോലെ ഞങ്ങൾ ഔത്തുൽ ഞങ്ങൾ എല്ലാവരും ഔത്തുലും വലിയ ഹൈറും ബറക്കത്തും കിട്ടുക വേനായിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമുണ്ട്. ഒരു നാൾ ഒരു സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ചൊല്ലു ഞങ്ങൾ ഔത്തുലു വലിയൊരു ബറക്കത്തില്ല നെമ്മതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൻ നൂർ 61-ാമത്തെ ആയത്ത് ഓതിട്ട് ആ സ്വഹാബിക്ക് ചൊന്നു കൊടുക്കൂ, നീ ഔത്തുൽക പ്രവേശിക്കുമ്പോഴത്തോ നീ സലാം ചൊന്നിട്ട് കടക്ക് എന്നിട്ട് കണ്ടെങ്കിൽ ഔത്തുൽ ബറക്കത്തുണ്ട്. ഔത്തുൽ എനിക്ക് താൽമ മക്കങ്ങ പെഞ്ഞായി ഉമ്മ ബാപ്പ ഇങ്ങനെ നീ സലാം ഔത്തു പോയ സാത്ത് നീ ആക്കുണായ ഫസ്റ്റ് വിഷയ സലാമായിട്ട് ഔത്തുൽ ആറില്ലാണ്ട് കണ്ടെങ്കിലും നീ സലാം ചൊന്നിട്ടായിട്ട് ഔത്തുൽക കടക്കുണായിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ വിഷയമായിട്ട് ജന്നാമത്തെ ഒരു ഔത്തുൽക കടക്കുമ്പോഴത്തോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നിട്ടായിട്ട് ഞങ്ങൾ കടക്കണം. അങ്ങനെ കടന്നതിനെ കണ്ടെങ്കിൽ ലാ മബീതലക്കും വല അഷ ശൈത്താൻമാർ ചൊല്ലാർ ഇനി ഞങ്ങൾക്ക് അതിലുള്ള പ്രവേശമില്ല, ഇനി ഞങ്ങൾക്ക് കടക്കുക സാധ്യല്ല. കാരണം ആള് ബിസ്മി ചൊന്നിട്ടായിട്ട് ഔത്തുൽക കടന്നേട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ വിഷയമാണ്. അപ്പോൾ ഔത്തുൽ വലിയ ബറക്കത്ത് കിട്ടുമെന്ന് കണ്ടെങ്കിൽ ഔത്തുൽക പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ ഒരു ബിസ്മി ചൊന്നിട്ടായിട്ട് ഔത്തുൽക ഞങ്ങൾ കിടക്കണായത്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ചൊല്ലത് ഔത്തുൽ കിടക്കുമ്പോഴത്തോ ബെൽത്തേ കാല് വെച്ചിട്ടായിട്ട് കിടക്കണേ ഞങ്ങൾ ശ്രദ്ധിക്കലില്ല. ഇതെല്ലാം ഔത്തുൽ വലിയ ബറക്കത്തിട്ടോ കാരണമാണ് എനിക്കത്തെ വിഷയമായിട്ട്. അതേപോലെ ഔത്തുൽ പുറത്തു പോകുമ്പോഴത്തുക ഇടത്തേ കാല് വെച്ചിട്ടായിട്ട് ആ പുറത്തു പോകണായത്. ഇനിയിപ്പോൾ ഹജ്ജിക ഉംറത്തുക ഏത് വിഷയത്ത് പോകണേന്ന് കണ്ടെങ്കിലും ഔത്തുൽ പുറത്തു പോകുമ്പോഴത്തോ ഇടത്തേ കാലായിട്ട് വെക്കണായത്. ഔത്തുൽ ഉൽഗ പ്രവേശിക്കുമ്പോൾ ബെൽത്തേ കാല് പ്രവേശിച്ചെങ്കിൽ വലിയ ബറക്കത്തായിട്ട്. നാലാമത്തെ ഒരു വിഷയം ചൊല്ലത് ആ ബിസ്മി ചൊന്ന സാത്തുക ഒരു സ്വലാത്തും കൂടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് ഒരു സ്വലാത്തും കൂടി ചൊല്ല. കാരണം ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അത് വലിയ ബറക്കത്തായിട്ട്. ഏതൊരു വിഷയത്തും
സ്വലാത്ത് വലിയൊരു പരിഹാരമായിട്ട് ഇവിടെ വലിയൊരു സമാധാനമായിട്ട് ഇവിടെ. അപ്പോൾ ഒരു സ്വലാത്തും ചൊന്നിട്ട് എന്താക്കുക, ഔത്തുറുൽ കിടക്കുക. അഞ്ചാമത്തെ ഒരു വിഷയം ചൊല്ലി ഔത്തുറുൽ കിടക്കുമ്പോഴത്തേക്കും സൂറത്തുൽ ഇഖ്ലാസ്, ഈ ഒരു സൂറത്ത് ഓതി കിടക്കുക. സൂറത്തുൽ ഇഖ്ലാസ് അത് ഔത്തുറുൽ കിടക്കുമ്പോഴത്തേക്കും ആ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഔത്തുൽ വലിയ ബറക്കത്തും വലിയ ഖൈറും വലിയ റഹ്മത്തും കിട്ടുണ്ടായിട്ട് കിടങ്ങാം. പടച്ചറബക്ക് വലിയ ഇഷ്ടമില്ല എനിക്കത്തല്ലേ. ഒരു വട്ട ഓതുമ്പോഴത്തേക്ക് 10 ജുസു ഓതി എനിക്കത്തെ പ്രതിഫലമായിട്ട് ഇങ്ങനെ കിട്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യപ്പെട്ട പഠിച്ചോണക്ക് ചെമ്മ ഇഷ്ടമില്ല എനിക്കത്തെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിട്ട് ഔത്തുറുൽ കിടക്കുക. അപ്പൊ ഈ വിഷയം എന്താക്കാം, ഔത്തുറുൽ കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഔത്തുൽ വലിയ ബർക്കത്തായിട്ട് കിടെ. പല ആൾമാർച്ചുള്ള വിഷയമായിട്ട് കിടെ. ഔത്തുൽ നെമ്മതിയുള്ള ഉസ്താദ്, ഔത്തുൽ എപ്പോ നോക്കി ഒരു ടെൻഷനായിട്ട് കിടെ, ബേജാറായിട്ട് കിടെ. കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാടി തന്നെ എനിക്കത്തെ ഈ വിഷയമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഔത്തുൽ വലിയ ബർക്കത്തായിട്ട് കിടെ. പടച്ചറബ് തന്നെ തൻ്റെത് പഠിച്ചോണോ ഞങ്ങളെ ഔത്തുലെല്ലാം കുടുംബത്തിലും ഔത്തുലും എല്ലാ വിഷയത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് തരട്ടെ, വലിയ ഖൈർ തരട്ടെ, വലിയ സന്തോഷം തരട്ടെ. അകയില്ലാത്ത അള്ളാഹു തആല ഖൈറായ അകം അള്ളാഹു നൽകട്ടെ. അതേപോലെ ഔത്തിനെ സ്വറത്തൊണിങ്ങെങ്കിൽ അക അള്ളാഹു എത്ര വേഗം പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ ഇൻഷാ അല്ലാഹ് ഈ തിങ്കൾ ജൂൺ 28 താരീഖായിട്ട് ഇവിടെ ഈ വർഷത്തെ ഞങ്ങളെ ഉംറ പാക്കേജ് ഉള്ളത് ഇൻഷാ അല്ലാഹ് എല്ലാ തിങ്കളും ഞങ്ങളെ ഉംറ ബാച്ച് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഈ തിങ്കൾ ജൂൺ 28 ആയിട്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളൊട്ടിക്ക് ബണ്ടാണ്ടെങ്കിൽ നിൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്ട് അവർ പഠിച്ചോ. നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കോ പഠിച്ചോ. നിങ്ങൾക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാ കാര്യവും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.